ദൈവാത്മാ പറയുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുക. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പ്രവചന ശബ്ദം വിളിച്ചു പറയട്ടെ. ആരുടെയൊക്കെ മേല് ദൈവത്തിന് കൃപ തോന്നിയിട്ടുണ്ടോ, അവൻ കാലഘട്ടത്തിനെ തിരിച്ചിട്ടുണ്ട്. അവൻ ഒരു സാധാരണ വ്യക്തിയല്ല, അവൻ കാലഘട്ടത്തിനെ തിരിച്ചിട്ടുണ്ട്. ദൈവത്തിന് മോശയോട് കൃപ തോന്നി. 520 സംവത്സരം അടിമത്തത്തിൽ കടന്ന ഒരു ജനത്തിനെ വിടുവിക്കാൻ വേണ്ടി ദൈവം മോശയെ തെരഞ്ഞെടുക്കുക. ചെറിയ ദൗത്യമല്ല, 30 ലക്ഷം പേരെ നടത്തുക മാത്രമല്ല, വാഗ്ദത്ത ദേശത്തിലേക്ക് കയറ്റണം. അത്രയും വലിയ ഒരു പ്രൊജക്ട്. അതൊരു കാലഘട്ടത്തിന്റെ തിരിവല്ലായിരുന്നു ദൈവജനമേ, അതൊരു കാലഘട്ടത്തിന്റെ ശുശ്രൂഷയല്ലായിരുന്നു. ഹല്ലേലൂയ. മോശയ്ക്ക് ആ കൃപ ലഭിച്ചതാണ് ആ വലിയ കാലഘട്ടത്തിന്റെ പ്രൊജക്ട് ദൈവം കൈമാറിയത്. നീ ഇത്രയും നാളും ഇരുന്നതല്ല, ദൈവം നിന്നെ ഇരുത്തിയതാ. കാരണം നീ ഒരു കാലഘട്ടത്തിനെ തിരിക്കുന്ന, ഒരു ജനറേഷനെ പുറത്തെടുക്കുന്ന, ഒരു ജനറേഷനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ശുശ്രൂഷ നിന്റെ മേൽ ഭരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇത്രയും വെയിറ്റിംഗ് പീരീഡ് ദൈവം നിന്നെ വെച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന അഭിഷക്തന്മാരെ, ഇന്ന് നീ വാ തുറന്ന് പറ, നീ സാന്നിധ്യത്തിൽ ഇരിക്കുവാണെങ്കിൽ ദൈവത്തിന് നിന്നോട് കൃപ തോന്നിയിട്ടുണ്ടെന്ന് പറയുക.